എന്ത് പറ്റി ഗൗരി? നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ? ഇനി എന്ത് പറ്റാൻ? എന്റെ ശരീരത്തിലെ മുഴുവൻ നട്ടുമ്പോൾ ഇളകിയില്ലേ? ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ അവള് ശിക്ഷിച്ചോണ്ടിരിക്കുക. അങ്ങോട്ടൊടിക്കുന്നു, ഇങ്ങോട്ടൊടിക്കുന്നു, താഴ്ന്ന് വെള്ളം കോരി ടെറസിലെ ടാങ്കിൽ നിറപ്പിക്കുന്നു. നല്ല രസമല്ലേ? ഇങ്ങനെ പോയാ അധികം വൈകാതെ ഞാൻ വല്ല വിഷവും വാങ്ങി കഴിച്ച് മരിക്കും. നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? നിനക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നൂടെ? എന്നിട്ട് എവിടെ താമസിക്കും? കയ്യിൽ കാശ് വേണ്ടേ? കാശ് വേണമെങ്കിൽ ഞാൻ തരാം. അതൊന്നും വേണ്ട. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരിക്കലും അങ്ങോട്ട് എനിക്കിനി തിരിച്ചു വരാൻ പറ്റില്ല. ഇപ്പൊ കാശ് തന്ന് സഹായിക്കുന്ന ഈ വേദയ്ക്ക് പോലും ഭാവിയിൽ ഞാനൊരു ഭാരമായിട്ട് മാറും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അത് കൊള്ളാം. എന്നോടാണ് ചോദിക്കുന്നത്. ഞാനീ അനുഭവിക്കുന്ന മുഴുവൻ ആർക്കു വേണ്ടിയാണെന്ന് അറിയാലോ. വേദയോടൊപ്പം നിന്നതിനുള്ള ശിക്ഷയാ സ്വാതി ഇപ്പൊ കുറേശ്ശെ കുറേശ്ശായിട്ട് തന്നോണ്ടിരിക്കുന്നത്. ഇനി ഇത് അധികം നീട്ടിക്കൊണ്ടുപോയിട്ട് അർത്ഥമില്ല. രണ്ടിലൊന്ന് ഉടനെ തീരുമാനിക്കണം. എന്ന് പറയുമ്പോ? അത് തന്നെ. നീലിന്റെ നിലപാട് എന്താണെന്ന് നമ്മൾ അറിയണം. അവന് വേണമെങ്കിൽ എന്നെ രക്ഷിക്കായിരുന്നു. അവനിപ്പോ അവളുടെ കൂടെ. എന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്തോട്ടെ, എനിക്ക് വിഷമമില്ല. പക്ഷെ വേദയുടെ കാര്യത്തിൽ അത് തന്നെയാണ് നിലപാടെന്ന് എനിക്കറിയണം. വേണ്ടതാണ്. കാത്തിരുന്ന് കാത്തിരുന്ന് മടുത്തു. കാണാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. അതിനൊരു അറുതി വരുത്തണം. പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഞാൻ വല്ലാണ്ട് പേടിക്കുന്നുണ്ട് ഗൗരി. നീൽ എന്നെ തള്ളി പറയുമോന്ന്. അങ്ങനെ തള്ളിപ്പറയാൻ പറ്റുമോ? നീലിന് വേണ്ടി മാത്രം ജീവിച്ചവളാ വേദ. സ്വാതിയെ കെട്ടിയിട്ടും വേദയുടെ മനസ്സിൽ ആ ഇഷ്ടത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ആ ത്യാഗം അങ്ങനെയൊന്ന് കണ്ടില്ല നടിക്കാൻ പറ്റില്ല നീലിന്. ആ വൈകിയാ ചിലപ്പോ വേദ ഭയക്കുന്നതും സംഭവിക്കാം. ഓരോ ദിവസം കഴിയും തോറും സ്വാതി പിടിമുറുക്കി വരുന്ന കാഴ്ച കാണുന്നത്. നീലിപ്പോ അവള് പറയുന്നതായിരിക്കും അനുസരിക്കുന്നത് അല്ലേ? അതല്ലേ ഇപ്പൊ അവന് പറ്റൂ. ഒരു ഹോം നേഴ്സിനെ പോലെ ഇടവും വലവും നിന്ന് പരിചരിക്കുന്നത് ഇപ്പൊ അവളല്ലേ? ജീവൻ രക്ഷിച്ച ആളോട് തോന്നുന്ന കടപ്പാട് അതിപ്പോ ആ തടിച്ച് മുതലെടുക്കുക. എന്നോട് അവള് കാണിക്കുന്ന ദ്രോഹം. എന്റെ പക്ഷം പറയാൻ ആ വീട്ടിൽ ആരുമില്ല. അറിയോ വേദയ്ക്ക്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചിലപ്പോ തോന്നും എല്ലാം അവസാനിപ്പിച്ച് അവരുടെ കൂടെങ്ങും കൂടിയാലോ ഒന്നു. പിന്നെ ഈ കഷ്ടപ്പാടൊന്നും സഹിക്കണ്ടല്ലോ. വേദയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ അതിനൊന്നും തയ്യാറാവാൻ തോന്നാത്തത്. ഞാനേ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവളാ. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കും. എന്നാലും എന്റെ അവസ്ഥ വേദ മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്, എനിക്ക് നീലിനെ ഒന്ന് കാണണമെന്ന് പറ. അങ്ങനെ പറഞ്ഞാ നീലിപ്പോ വരുമോ? വരണം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നീ പറഞ്ഞതുപോലെ രണ്ടിലൊന്നും തീരുമാനിക്കാൻ. മതി, ഇത് മതി. ഞാൻ നീലുമായിട്ടൊന്ന് സംസാരിക്കാം. നിന്റെ സങ്കടങ്ങള് ഇതോടെ തീരും. ധൈര്യമായിട്ടിരിക്കും. ധൈര്യമൊക്കെ ഉണ്ട്. ഇപ്പൊ ആരോഗ്യം ഇല്ലാത്തത്. പോട്ടെ, കാണാം. എന്തൊരു പറ്റി? പറഞ്ഞു പഠിക്കാണ്. ഫാനിടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചാവാ മോണല ഐ എന്ന് പറഞ്ഞു കാണിച്ചത്. അയ്യോ,
എന്തൊരു സുഖം കാറ്റ് വന്നപ്പോ. റിലേഷൻഷിപ്പിന്റെ ആഴം കുറയുന്നു. അക്കൂട്ടത്തില് ബാധ്യതകളും കടപ്പാടുകളും കുറയാം, സ്നേഹം കുറയാം, വൈകാരികതയും കുറയാം, അല്ലേ? ഒരു വഴക്കിനാണോ നീ എന്നെ വിളിച്ചു വരുത്തിയത്? എനിക്ക് സത്യം അറിയണം. ഞാനിനി എന്ത് ചെയ്യണമെന്ന സത്യം. വിളിച്ചിട്ട് നമ്മളൊന്ന് സംസാരിച്ചിട്ട് ദിവസങ്ങൾ എത്രയായെന്നറിയോ നീലിന്? എന്റെ അവസ്ഥ അതിനൊന്നും പറ്റിയതല്ല. ചികിത്സയിലാണ്. ഇതിനിടയ്ക്ക് മറ്റൊന്നും ചിന്തിക്കാൻ സമയം കിട്ടാറില്ല. മറ്റൊന്നൊന്നു പറഞ്ഞതില് എന്തൊക്കെ പെടും? ഈ ഞാൻ പെടുവോ? അതാണ് എനിക്കറിയേണ്ടത്. അല്ലെങ്കിൽ അത് മാത്രം അറിഞ്ഞാ മതി. നീ സാഹചര്യം മനസ്സിലാക്കണം. ഡിപ്ലോമാറ്റിക് ആയിട്ടൊരു മറുപടി അല്ല എനിക്ക് വേണ്ടത്. കൃത്യമായ ഉത്തരം വേണം. ഇപ്പൊ നീലിന്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്താണ്? അത് ഫ്രണ്ടാ. എന്തോ? ഫ്രണ്ട്. ഒരു നല്ല ഫ്രണ്ട്. അപ്പോ കാമുക്കി പോയി, ഭാര്യയാക്കുമെന്നുള്ള വാഗ്ദാനം പോയി. ഫ്രണ്ട്. എത്ര എളുപ്പത്തിലാ നീലത് പറഞ്ഞത്. നീ എന്റെ അവസ്ഥ എനിക്ക് വേദ എന്നെ മനസ്സിലാക്കണം. സ്വാതി, അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഉപേക്ഷിച്ചാൽ പാവം അവൾ എവിടെ പോവും? ഞാൻ അവളുടെ ഭർത്താവാ. ഒരു ഭർത്താവിന്റെ കടമ അതെനിക്ക് പാലിക്കണ്ടേ? മതി പറഞ്ഞത്. വിശദീകരിക്കണമെന്നില്ല. ഭർത്താവ്. അപ്പൊ എന്നെ പറഞ്ഞ് മോഹിപ്പിച്ചതൊക്കെ തട്ടിപ്പായിരുന്നു, പറ്റിക്കായിരുന്നു. ഇപ്പോഴെങ്കിലും ഉള്ളിലിരിപ്പ് പുറത്തു വന്നല്ലോ, നന്നായി. വേദ, സാഹചര്യത്തിന്റെ ഇരയാണ് ഞാൻ. ആരെയും മനഃപൂർവ്വം നോയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നില്ല. ശരിയാണ്, നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു. വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്നു. വെറും ഒരു സ്വപ്നമല്ല, ഉറപ്പ്. ആരെതിർത്താലും എന്നെ കിട്ടിക്കൊള്ളാമെന്നുള്ള ഉറപ്പ്. അതാ നീലിപ്പോ. അത് നീലെനിക്ക് തന്നിരുന്നു, ആവശ്യമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും. മറക്കരുത്. തെറ്റാണ്, വഞ്ചനയാണ്. അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, സ്വാതി, എനിക്കവളെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. ഇനി കൂടുതലൊന്നും പറയണ്ട. ഈ ചതിക്ക് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അതിന്റെ പേരിൽ എനിക്കുണ്ടായ നേട്ടങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്റെ പടിപ്പടക്കം എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ വലിച്ചെറിഞ്ഞത്. ഇങ്ങനെ തന്നെ ചെയ്യണം എന്നോട്. ഇത് തന്നെ ചെയ്യണം. ഞാൻ മിണ്ടരുത്. ഇനി ആ പേരെന്നെ വിളിക്കരുത്. കഴിഞ്ഞുവെല്ലാം. സ്വാതിയുടെ ഭർത്താവിന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. സുഖമായിട്ട് ജീവിക്ക്. നന്നായി വരും. ഞാൻ മാത്രമല്ല, വേദയും സുഖമായിട്ട് ജീവിക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്റെ കാര്യം ഇനി നിങ്ങൾ ചിന്തിക്കണ്ട. ചിന്തിക്കാൻ എന്താ അവകാശം നിങ്ങൾക്കുള്ളത്? മറ്റാരെയും പോലൊരു അപരിചിതൻ. അതാ എനിക്കിപ്പോ നിങ്ങൾ. യു ചീറ്റ്. മറക്കില്ല ഈ മുഖം. നീ എന്നെ ശപിക്കരുത്. അത് പറയാൻ എന്ത് അർഹതയാടോ തനിക്കുള്ളത്? പറഞ്ഞു പറ്റിച്ചില്ലേ താനെന്നെ? മോഹൻ തന്ന് കൂടെ കൊണ്ട് നടന്ന് ചതിച്ചില്ലേ? സ്വാതി നന്നാവും, അസലാവും. താൻ ജയിച്ചു. തോറ്റത് ഞാനാ, ഞാൻ മാത്രം.
വേദ, വേദയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? ഞാനാ ഗൗരി. ഏത് ഗൗരി? നീലിന്റെ. നീലം? അതാരാ? വേദിക്കൊന്നും ഓർമ്മയില്ലേ? ഉണ്ട്. പണ്ട് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ നല്ലപോലെ ഓർമ്മയുണ്ട്. വിമാനത്തിലാ പോയിക്കൊണ്ടിരുന്ന. സ്കൂളിന്റെ മുകളിലെത്തുമ്പോ താഴേക്ക് ചാടും. അങ്ങനെ ചാടി ചാടിയാ ഞാനൊരു ചാട്ടക്കാരിയായിട്ട് മാറിയത്. കഴിഞ്ഞ ഒളിമ്പിക്സില് ഹൈ ജമ്പിന് സ്വർണ്ണ എനിക്കായിരുന്നു. പേപ്പറിലൊക്കെ പടം വന്നിരുന്നു, കണ്ടിരുന്നില്ലേ? ഉവ്വ്, കണ്ടിരുന്നു. അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? ഇത് തലയ്ക്ക് സുഖമില്ലാത്തവരെ ചികിത്സിക്കുന്ന ആശുപത്രിയാ. നിനക്കെന്തെങ്കിലും അസുഖമുണ്ടോ? അസുഖമുണ്ട്. നിന്നെ കണ്ടാലറിയാം. നീ മെന്റൽ പേഷ്യന്റ് ആണല്ലേ? അതെ. അസുഖമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. വാ വാ, ഞാൻ ചികിത്സിക്കാം. വേണ്ട, അങ്ങനെ പറയരുത്. ഭ്രാന്തിന് സമയത്ത് ചികിത്സിക്കണം. നിനക്ക് എത്ര വയസ്സായി? അല്ലെങ്കിൽ എന്തിനാ വയസ്സ്? ഭ്രാന്തിന് വയസ്സ് വേണമെന്നില്ല. ഞാൻ പഴയ കാര്യങ്ങൾ ഓർക്കുമായിരുന്നു. എന്തിനാ? വെറുതെ. അതാ ഭ്രാന്തിന്റെ ലക്ഷണം. വെറുതെ ഓർത്തോണ്ടിരിക്കും. അവര് പോയോ? ആര്? എന്റെ വീട്ടുകാര് പോയി. നന്നായി. എന്നെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നി? എടി പൊട്ടിക്കാളി, ഇതെന്റെ ഒരു നമ്പറാ. നമ്പറാ? എനിക്ക് ഭ്രാന്ത് പോയിട്ട് ഒരു ജലദോഷം പോലും ഇല്ല. നീലിനെ എന്റെ കാൽ കീഴി കൊണ്ടുവരാൻ ഞാൻ കണ്ടുപിടിച്ചൊരു സൂത്ര ഈ അഭിനയം. ശരിക്കും? ഞാൻ പേടിച്ചു പോയി. പേടിക്കണമല്ലോ, എന്നാലല്ലേ ആളുകൾക്ക് എന്നോട് സഹതാപം തോന്നൂ. ഇവിടുത്തെ ഡോക്ടറെ ഞാൻ വിലക്കെടുത്തു. ഡോക്ടറുടെ കാല് പിടിച്ചാ ഞാൻ ഈ നാടകം കളിക്കുന്നത്. എത്രയും പെട്ടെന്ന് നീലിനെ ഇവിടെ എത്തിക്കണം. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. എന്നാലും നിന്റെ ബുദ്ധി അപാരം. സമ്മതിച്ചല്ലോ. എന്റെ വീട്ടുകാർക്ക് പോലും സത്യം അറിയില്ല. ഡോക്ടർക്കും പിന്നെ നിനക്കും മാത്രമേ ഇതറിയൂ. ആരോടെങ്കിലും പറഞ്ഞ ഞാൻ പറയോ വേദ? പറഞ്ഞ കൊല്ലും ഞാൻ. എനിക്ക് നീലിനെ കാണണം, എത്രയും പെട്ടെന്ന്. അത് നീ വിചാരിച്ചാ നടക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? കൊണ്ടുവരാം. എന്നാ പൊയ്ക്കോ, എനിക്ക് അഭിനയിക്കാനുള്ള സമയമായി. പോ, എനിക്ക് കാണണ്ട. எப்படி இருக்கு? ഒറിജിനൽ മാറി இருக்கு. അത് താണ്ടി ഈ വേദ. വേഗം പോ, എന്നിട്ട് നീലിനെ പറഞ്ഞു വിട്. ഓക്കെ.
അതൊക്കെ ഞാൻ ക്ഷമിക്കായിരുന്നു. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നേ അല്ലേ? ശത്രുവായിരുന്നല്ലോ വേദ. ശത്രുവിന്റെ നാശം കാണുന്ന സന്തോഷമായിരിക്കുമല്ലോ. ഒരിക്കലും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. കണ്ട് പറ്റുമെങ്കിൽ ആശ്വസിപ്പിച്ചിട്ട് പോണം, അത്രേ ഉള്ളൂ മനസ്സിൽ. നീ അവളെ കാണുമ്പോ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അവളിപ്പോ. ആരെയും തിരിച്ചറിയുന്ന പോലുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ തിരിച്ചറിഞ്ഞാ അതൊരു നല്ല കാര്യമായിരിക്കില്ലേ അമ്മ? തിരിച്ചറിഞ്ഞില്ലെങ്കിലോ? അപ്പോഴും പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ വയലന്റ് ആയാലോ? വയലന്റ് ആവുകയൊന്നുമില്ല. ആയാലും ഞാനത് മനസ്സിലാക്കി വേണ്ടതുപോലെ പെരുമാറിക്കോളാം. നിങ്ങൾക്കറിയാലോ, എന്റെ ഭർത്താവിന് വേണ്ടിയാ വേദ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാക്കിയത്. എന്നിട്ടും ഞാൻ വന്നു. എനിക്ക് വേണമെങ്കിൽ വരാതിരിക്കായിരുന്നു. വേദയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നോർത്ത് സന്തോഷിക്കായിരുന്നു. ചെയ്തില്ല, ചെയ്യാൻ തോന്നിയില്ല. എത്രയൊക്കെ വന്നാലും വേദ ഒരു പെൺകുട്ടിയാ, മകളാ, സഹോദരിയാ. വേദയ്ക്കൊരു ദുരന്തം വന്നാ അത് നിങ്ങളെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തുമെന്ന് എനിക്കറിയാം. അതേ സങ്കടം എനിക്കും ഉണ്ട്. അതുകൊണ്ട് എന്നെ തടയരുത്. ശരി, പൊയ്ക്കോളൂ. അവളെ പ്രകോപിപ്പിക്കരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇല്ല ചാ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ചെന്നോളൂ. വേദ, എന്നെ മനസ്സിലായോ? ആരാ? ഗുസ്തിക്കാരി. എന്റെ പേരാ ചോദിച്ചത്. തടിച്ചിപ്പാറു. ഞാൻ സ്വാതിയാ, നീലിന്റെ ഭാര്യ. നീൽ മഹേഷ് ഇല്ലേ? അറിയില്ലേ നീലിനെ? നീലിന്റെ ഭാര്യ സ്വാതിയാ ഞാൻ. എനിക്ക് ആരെ അറിയില്ല. ആരാ നീൽ? ഓർത്തു നോക്ക്. ഇല്ല, ഓർമ്മ വരുന്നില്ല. വേദയ്ക്ക് എന്താ ശരിക്കും പറ്റിയ? വേദ നല്ല കുട്ടിയല്ലേ? ആണോ? എനിക്കറിയില്ലായിരുന്നു. ഇത് പറയാനാണോ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടം വരെ വന്ന്? ഓട്ടോറിക്ഷയിലൊക്കെ കയറാൻ പറ്റുമോ? ഫ്ലൈറ്റിൽ എന്തായാലും പറ്റില്ല. ഓവർ വെയിറ്റ് കാരണം ഫ്ലൈറ്റ് പൊങ്ങില്ല. അല്ല, ആരുടെയോ പേര് പറഞ്ഞല്ലോ. നീലോ? നീലമോ? അയാള് ഭർത്താവാണെന്നല്ലേ പറഞ്ഞത്? അയാളും നിന്നെ പോലെയാ? തടിച്ചിട്ടാ? അല്ല, മെലിഞ്ഞിട്ടാ. കഷ്ടം. അയാൾ എങ്ങനെ കൊണ്ട് നടക്കുന്ന നിന്നെ? ഓരോരുത്തരുടെ വിധി. നിനക്ക് വിധിയിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എനിക്കില്ല. വിധിയൊന്നുമില്ല, ചുമ്മാ ഓരോ തട്ടിപ്പ്. ഞാനേ ആകാശത്തൂടെ പറന്നു പോവായിരുന്നു. അപ്പോഴാ എന്നെ വല വെച്ച് പിടിച്ചത്. ആരാ അത് ചെയ്തേ? ഏകദേശം നിന്നെ പോലെ ഇരിക്കും ഒരു രാക്ഷസി. എന്നിട്ട് അവള് തന്നെ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇവിടെ എനിക്ക് സുഖ. സമയത്തിന് ഭക്ഷണം കിട്ടും, മരുന്ന് കിട്ടും. അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? തടി കുറയ്ക്കാനാണോ? ഇത് മെന്റൽ ഹോസ്പിറ്റലാ. തടി കുറയ്ക്കാനാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോണം.
ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. എന്താ നിങ്ങളുടെ തീരുമാനം? നീലിനോട് സംസാരിക്കാൻ പോകുന്നുണ്ടോ? അതോ പഴയ പക വെച്ച് അത് വേണ്ടാന്ന് വെക്കുകയാണോ? സാവിത്രി, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷേ മതി, തടസ്സങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. അറിയല്ലോ, നിങ്ങൾ രണ്ടുപേരുവാ അവളുടെ ജീവിതം തകർത്തത്. വാശി പിടിച്ചിട്ടിപ്പോ എന്ത് നേടി? സ്വന്തം മോളെ ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചു എന്നല്ലാതെ. ദേ അമ്മ, അമ്മ അങ്ങനെ പറയരുത്. ആ ബന്ധം ഞങ്ങൾ എതിർത്തു എന്ന് പറയുന്നത് ശരി തന്നെയാ. പക്ഷെ അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. എന്നുവെച്ച് അത് വഷളായതെപ്പോഴാ? അവ സ്വാതി കെട്ടിയതിനു ശേഷമല്ല. വേറൊരുത്തിയെ കെട്ടിയ ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് എന്റെ മോളെ കല്യാണം കഴിപ്പിക്കായിരുന്നാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിക്ക് ഒന്നിന്റെ ന്യായങ്ങൾ അറിയണ്ട. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അവളുടെ കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാനിത് പറയുന്നത്. എടി, സങ്കടം എനിക്കുകൊണ്ടടി. അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അമ്മ, നീല് വന്ന ഈ രോഗം മാറുന്ന ഡോക്ടർ പറയുന്നത് ശരിയായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് ദോഷമല്ലേ ചെയ്യാം. നീലിനെ ഇപ്പൊ വേദയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അങ്ങനെ വരുമ്പോ നീലിനെ കണ്ട നമ്മള് ഡോക്ടർ പറയുന്നത് അനുസരിച്ചാ മതി. സ്വന്തം തോന്നലുകളൊന്നും അവളുടെ കാര്യത്തിൽ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പോണം, നീലിനെ കാണണം, അവനെ വരുത്തണം. നാണക്കേടാണ്, എന്നാലും ചെയ്യാം. പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവൻ വേദയുടെ അസുഖം മാറ്റാൻ നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും കൂടി വരാം, കരഞ്ഞു കാല് പിടിക്കാം. കുറെ കാലം ഇഷ്ടമൊന്നും പറഞ്ഞ് നടന്നതല്ലേ. അവനും ഒരു ബാധ്യതയില്ലേ വേദയുടെ കാര്യത്തില്? എന്ത് ബാധ്യത? നമ്മുടെ മോൾ അവൻ പറയുന്ന മുഴുവൻ വിശ്വസിച്ച് നടന്നിട്ടല്ലേ. ആണുങ്ങളുടെ വാക്ക് കേട്ട് സ്വപ്നം കണ്ട് കിടക്കുന്ന സകല പെൺകുട്ടികൾക്കും കിട്ടുന്ന തിരിച്ചടിയാ ഇപ്പൊ നമ്മുടെ മോൾക്കുണ്ടായത്. വന്നില്ലെങ്കിൽ വരുത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ആവേശം വേണ്ട. ഇക്കാര്യത്തില് നമ്മൾ താഴ്ന്നു കൊടുക്കണം. സ്വാതി, അവളിങ്ങനെ നിൽക്കുമ്പോ സംശയമാണ്. എന്നാലും പറഞ്ഞു നോക്കാം. എന്റെ മോളുടെ കാര്യമായി പോയില്ലേ? ശരി, വണ്ടി കയറി. അമ്മ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചൂട്ടി അസുഖമൊന്നും വരുത്തി വെക്കണ്ട. അമ്മയെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ പോയി സംസാരിക്കാം. വാ വാ. ഒരിക്കൽ നീ മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ ഞങ്ങള്. അതേ ഞങ്ങള് തന്നെ ഇപ്പൊ നിന്റെ ദയയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. എന്റെ പെങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അത് നിന്നിലൂടെ മാത്രമായിരിക്കും എന്നാ ഡോക്ടർ പറയുന്നത്. ഞങ്ങൾക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. ഒരു വഴക്കിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ മോളെ രക്ഷിക്കാൻ നിനക്ക് ബാധ്യതയുണ്ടെന്ന് സ്ഥാപിക്കാനുമല്ല വന്നത്, പകരം യാചിക്കാനാ വന്നത്. നീ എന്റെ മോളെ പഴയ വേദയായിട്ട് തിരിച്ചു തരണം. നീ ചിന്തിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. അങ്ങനൊരു തീരുമാനം നീ എടുത്താൽ നിന്റെ കുടുംബത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് അതിനേക്കാളൊക്കെ പ്രധാനമാണ് വേദ. വൈകും തോറും കോംപ്ലിക്കേഷൻ കൂടി വരുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് ഒഴിവാക്കുന്നതാ നല്ലത്. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? എന്തു മറുപടി പറയണമെന്ന് ചിന്തിക്കായിരുന്നു. വേദ ഈ അവസ്ഥയിൽ കഴിയുന്നതിൽ നിങ്ങളെക്കാൾ കൂടുതൽ വേദനിക്കുന്നത് ഞാനാ. കുറ്റബോധം കൊണ്ട് ഉരുകിക്കൊണ്ടിരിക്കുക ഞാൻ. കാരണം ഞാനാണല്ലോ ഒരർത്ഥത്തിൽ വേദയുടെ ഈ തകർച്ചയ്ക്ക് കാരണം. ഒരർത്ഥത്തിലല്ല, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ തന്നെയാ കാരണം.
അമ്മേ ഒരു ഷേക്കൻഡ് താ. എന്തിനാ? ആദ്യം താ. താങ്ക് യു. ഞാനേ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് സത്യമായി തീർന്നില്ലേ? മനസ്സിലായില്ല? അമ്മേ, സ്വാതിയുടെ ട്രെയിൻ വീണ്ടും പാളം തെറ്റാൻ പോവാ. ഇനിയും മനസ്സിലായില്ല? ഇല്ല. ഇപ്പൊ ആശുപത്രി കിടക്കുന്ന വേദയുടെ അസുഖം മാറണമെങ്കിൽ മരുന്ന് എന്താണെന്നറിയോ? നീലിന്റെ സാമീപ്യം, സ്നേഹം, കരുതൽ, പരിചരണം അതങ്ങനെ തകർത്ത് ഒടുവിൽ വേദയ്ക്ക് നഷ്ടപ്പെട്ട ബോധം തിരിച്ചു കിട്ടും. നീലിന് ആ പഴയ സ്നേഹം തിരിച്ചു വരികയും ചെയ്യും. വിശ്വാസമായില്ലേ? ഇല്ല. അമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാ, നീ എന്ത് ഉദ്ദേശിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. സ്വാതിയെ നീൽ ഉപേക്ഷിക്കാനും പോകുന്നില്ല. കാര്യം ശത്രുവാണെങ്കിലും സ്വാതി പാൽപായസമാ. വേദ വെറും വിഷം. ദേ, ആ വിഷമേ പാൽപായസത്തിൽ കലർന്ന പോരെ? പാൽപായസം വിഷമായില്ലേ? അതിനുള്ള പ്ലാനാ ഇപ്പൊ നടക്കാൻ പോകുന്നെ. പ്ലാനോ? പ്ലാനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഉള്ളത് പറയാലോ, വേദയുടെ അസുഖം ഒരു ആക്ടിങ്ങാ. പക്ഷെ തെളിവൊന്നുമില്ല. എന്നാ ഗൗരിയുടെ ശബ്ദത്തിനും സംസാരിക്കുമ്പോ ഒരു വിഷമവും തോന്നുന്നില്ല. പക്ഷെ സാധാരണഗതിയിൽ അത് വരേണ്ടതാണ്. ഇല്ലെന്ന് വന്നാൽ അതിന്റെ അർത്ഥം എന്താ? അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് പാമ്പ് ചത്തു കിട്ടിയാ പോരെ? പാമ്പിനെ കൊല്ലാൻ നടക്കുന്ന നേരത്തിന് നീ വല്ലതും ചെയ്യാൻ നോക്ക്. നീ ഇങ്ങനെ എപ്പോഴും ഒറ്റയ്ക്കിരുന്നിട്ട് ഓരോ കുശുമ്പത്തരം തോന്നുന്നത്. നിനക്കെന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ? പണിക്കോ? ഞാനോ? എനിക്കങ്ങ് വയ്യ. കണ്ടവരുടെ കീഴിലൊക്കെ പണിയെടുത്ത് നടു കളയുന്നതിലും എത്രയോ ഭേദാണമ്മേ ഒരു പണിയും ചെയ്യാതെ വീട്ടിലെ കാശുകൊണ്ട് ജീവിക്കുന്നത്. അതിന്റെ ഒരു അന്തസ്സേ പണിയെടുത്ത കിട്ടു അമ്മേ. നീ നന്നാവില്ലടി. അതെ, ഈ അഭിപ്രായമൊക്കെ അമ്മ മാറ്റും. ദേ, കുറച്ചുകൂടി കാത്തിരുന്നാ മതി. അമ്മയുടെ ഈ മോള് ഒരു ജോലിയും ചെയ്യാതെ കാശുള്ള ഗിരിയെ കെട്ടി റാണിയെ പോലെ വിലസുന്നത് അധികം വൈകാതെ അമ്മയ്ക്ക് കാണാൻ പറ്റും. സമയമായി അമ്മേ. അതിന്റെ ലക്ഷണമാ ഇപ്പൊ ഈ കാണുന്നത്. നേരെ ഇരുട്ടിയല്ലോ. നീലെന്താ ഇത്ര നേരമായിട്ടും വരാത്തെ? ഇനി അവിടെ തന്നെ താമസം തുടങ്ങി കാണും വല്യമ്മേ. അല്ല, എന്ത് നമ്മൾ പ്രതീക്ഷിക്കണം? ഭ്രാന്താണല്ലോ വേദയ്ക്ക്. അവൾക്ക് ഭ്രാന്താണെങ്കിലും എന്റെ മോന് ഭ്രാന്തൊന്നുമില്ല. അതുകൊണ്ട് അവൻ വന്നോളും. ഓരോന്ന് പറഞ്ഞ് നീ ഇവളുടെ മനസ്സിൽ തീ കോരിയിടാൻ നോക്കണ്ട. അത് ശരി. അപ്പൊ കുറ്റം എന്റേതായോ? സ്വാതി, ദൈവ വല്യമ്മ പറയുന്നൊന്ന് കേൾക്കാൻ നിൽക്കണ്ട. ഏത് പ്രതിസന്ധിയെ നേരിടാൻ നീ നിന്റെ മനസ്സിനെ റെഡിയാക്കി വെക്കണം. നീലിനെ നഷ്ടപ്പെട്ടെന്നെ ഷോക്കിലാ വേദയ്ക്ക് ഇങ്ങനെ കൊണ്ടായത്. അതുപോലൊരു ഷോക്ക് നിനക്ക് താമസിക്കാതെ വരും. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഇപ്പോഴേ നേടിയെടുക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ വേദയുടെ അവസ്ഥ വന്നാ നിന്നെ ആര് നോക്കും? അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ നോക്കിക്കോളാം എന്റെ മോളെ. എന്നൊക്കെ ഇപ്പൊ പറയും. ഒരു മുறை വന്ന് പാർത്തായ എൻ മനം നീ അറിന്തായോ തോം തോം എന്ന് പറഞ്ഞ് ഇവള് നടക്കുമ്പോഴേ ജീവനും കൊണ്ട് ഓടേണ്ടി വരും. ഞാൻ കരുതി വരില്ല എന്നല്ലേ? നീ ഇവിടെ ഉള്ളപ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? കഴിച്ചോ? ഇല്ല. എടുത്തു വെക്കട്ടെ?